ഇന്നത്തെ വാർത്താ പകലിന്റെ മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ KPCC സംഘടിപ്പിക്കുന്ന ദ്വിദിന ക്യാമ്പ് ഇന്ന് സുൽത്താൻ ബത്തേരിയിൽ തുടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളാണ് ക്യാമ്പിൽ ചർച്ചയാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും വിലയിരുത്തും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾക്ക് ക്യാമ്പ് രൂപം നൽകുമെന്ന് AP അനിൽകുമാർ പറഞ്ഞു. കേൾക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. കോൺഗ്രസിനെ സംഘടനാപരമായി ഒരുക്കുന്നതിലും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ കാണണമെന്നുള്ളതിനെ കുറിച്ചൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നും നാളെയുമായി ഇരുന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയത് കോൺഗ്രസ്സാണ്, UDF ആണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നേരത്തെ തന്നെ ചില സ്റ്റേറ്റുകളിൽ നമുക്ക് പ്രഖ്യാപനം നടത്താൻ കഴിയും. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യും. അത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ പാർട്ടിക്കും അതിനകത്ത് അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ UDF ചർച്ച ചെയ്യും, കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യും. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ലീഗിനെ സംബന്ധിച്ചിടത്തോളം, UDFലെ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരേ ഒരു ലക്ഷ്യമാണുള്ളത് 2026. VS രഞ്ജിത്തും ഋഷിപാലും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് ബത്തേരിയിൽ നിന്നും. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ബത്തേരിയിൽ നല്ല തണുപ്പാണ്, ലക്ഷ്യയിൽ നല്ല ചൂടായിരിക്കുമല്ലോ ഇനി വരുന്ന 2 ദിവസം അല്ലേ? 2026 നിയമസഭയാണ് ലക്ഷ്യം. എന്തൊക്കെ സാധ്യതകൾ, ഏതൊക്കെ രീതിയിലാണ് സ്ട്രാറ്റജി, ഇതൊക്കെ ഈ 2 ദിവസത്തെ ദ്വിദിന ക്യാമ്പിൽ ചർച്ചയാകുമല്ലോ അല്ലേ? ഡോക്ടർ, തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം UDFന് വലിയ ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് സമാനമായി ഒരു ചിന്തന ശിബിരം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്യാമ്പ് വയനാട്ടിൽ തന്നെ കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പ്രധാനമായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുക, അതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് ഉൾപ്പെടെ തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ PC വിഷ്ണുനാഥ് എനിക്കൊപ്പമുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട അജണ്ട? സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒരു പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാൻ ഈ ഘട്ടത്തിൽ പറ്റൂ? സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അത് ഇന്നലെ ശ്രീ മധുസൂദൻ മിസ്ത്രി ചെയർമാനായി സ്ക്രീനിംഗ് കമ്മിറ്റി പ്രഖ്യാപിച്ചു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് 3 തട്ടാണുള്ളത്. ഒന്ന്, പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റി, അതിവിടെ നിലനിൽക്കുന്ന ഒരു സ്ഥിരം സംവിധാനമാണ്. ഏറ്റവും ടോപ്പിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി, അത് കോൺഗ്രസ് പ്രസിഡന്റും മുൻ അധ്യക്ഷൻ ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രധാന നേതാക്കന്മാർ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ്, അതും നിലനിൽക്കുന്നതാണ്. പിന്നെ പുതുതായി നിലവിൽ വരേണ്ടതാണ് സ്ക്രീനിംഗ് കമ്മിറ്റി. അത് കേരളത്തിന് പുറത്തുള്ള നേതാക്കന്മാരായിരിക്കും, മുതിർന്ന നേതാക്കന്മാരും MP-മാരും ഒക്കെ അടങ്ങുന്നതാണ് അതിനകത്തുള്ള അത് സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്നലെ പ്രഖ്യാപിച്ചു. അപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. അത് അവരിനി കേരളത്തിൽ വരും, അവരേതെല്ലാം തലത്തിലുള്ള നേതാക്കന്മാരുമായി കൂടിക്കാഴ്ചകൾ നടത്തും എന്നൊക്കെയുള്ളത് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ അംഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷനാണ്. അതുണ്ടാവും, അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. അതിലേക്ക് നമ്മൾ കടക്കും. പക്ഷേ ഈ സബ്മിറ്റ് താങ്കൾ ഇതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഇവിടെ വച്ച് തന്നെയാണ് മിഷൻ 2025 വേണ്ടിയിട്ടുള്ള സബ്മിറ്റ് നടത്തിയിട്ട് അന്ന് തീരുമാനിച്ച മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കിയതിൻ്റെ കൂടി ഒരു വിജയമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഞങ്ങൾ പുതിയ വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണം, മഹാത്മാഗാന്ധി കുടുംബ സംഗമം, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ലഘുലേഖകളും ജനങ്ങളിൽ നിന്നും ധനസമാഹരണം നടത്തുന്ന ഫണ്ട് ശേഖരണം അടക്കം ഞങ്ങൾ 2025 ഇവിടെ തീരുമാനിച്ച മുഴുവൻ കാര്യങ്ങളും ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ ഒരു 2026 ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ 22 MLA-മാരാണ് നിലവിലുള്ളത്. അതിൽ ഒരു 43+ കൂടി വന്നാലേ ഉള്ളൂ ഭരണത്തിലേക്ക് കോൺഗ്രസിന് എത്താൻ സാധിക്കുക. അതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കാനും അവിടെ ഈ 22 MLA-മാർ മത്സരിക്കുമായിരിക്കും, 43 പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനൊക്കെ ഒരു പദ്ധതി ഇവിടെ രൂപപ്പെടും. തീർച്ചയായിട്ടും ഉണ്ടാകും. ഞങ്ങൾ ഈ വരും ദിവസങ്ങളിൽ സംഘടനാപരമായി ശാക്തീകരണത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്പർ 1. നമ്പർ 2, സർക്കാരുകൾക്കെതിരെ നടത്തേണ്ട സമരങ്ങൾ. 3, ഞങ്ങൾ കോൺസ്റ്റിറ്റ്യുവൻസി തിരിച്ചിട്ടുള്ള അനാലിസിസ്, ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പഠനം, ലോക്സഭാ ഇലക്ഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പഠനം, മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു പഠനം. ഇതൊക്കെ വളരെ കൂലങ്കഷമായി തന്നെ ഈ 2 ദിവസം ഉണ്ടാകും. ഇതൊരു പ്രസംഗങ്ങൾ അപൂർവമായി ഒരു ചടങ്ങുകളിലേക്ക് മാത്രം, ഒരു ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ പ്രസംഗങ്ങൾ മാറ്റിവെച്ചാൽ പിന്നെ പൂർണ്ണമായും ചർച്ചകളിലേക്ക് കടക്കും. തീർച്ചയായിട്ടും അപ്പോൾ അത്തരം വിശദമായ ചർച്ചകൾ ഉണ്ടാവും.
സ്വാഭാവികമായിട്ടും ഒരു മിഷൻ 43 കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. 22 സീറ്റുകൾ നിലവിലുണ്ട്. അതിനോടൊപ്പം ഒരു 43 സീറ്റുകൾ കൂടി വെച്ചാൽ നിലവിൽ മത്സരിക്കുന്ന 93 സീറ്റുകളിൽ അത്രയും സീറ്റുകൾ പിടിച്ചാൽ, ഒരു 70ഓളം സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ ഭരണത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് കണക്ക്. ഫെബ്രുവരി ആദ്യ വാരത്തിൽ വി.ഡി. സതീശന്റെ യാത്ര തുടങ്ങുന്നു. ആ യാത്ര തുടങ്ങുന്ന ഘട്ടത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്തുമ്പോഴും ഇവർ തീരുമാനിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെ കൈപിടിച്ചുയർത്തി തന്നെ അവിടെ പരിചയപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് ഫെബ്രുവരി ആദ്യ വാരത്തോടുകൂടി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കളത്തിലിറക്കാനാണ് ഇന്നത്തെ ഈ ദ്വിദിന ക്യാമ്പിന്റെ ഒരു പ്രാരംഭ ചർച്ചകൾ അതിന് തുടക്കം കുറിക്കുകയും. ഓക്കെ, താങ്ക് യു. ബത്തേരിയിൽ നിന്നാണ് വി.എസ്. രഞ്ജിത്ത് നമുക്കൊപ്പം ചേർന്നത്. റോഷിപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. റോഷി, കാര്യങ്ങൾ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കുകയാണ് ഇന്നിപ്പോൾ ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്. 2026 നിയമസഭ, അത് 80 സീറ്റ് വരെ, 100 എന്നൊക്കെയുള്ളത് വലിയ മോഹമാണ്. 80 എന്നുള്ളത് പ്രായോഗികമായി ഒരു 75-ന് മുകളിലെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. നിലവിൽ 22 MLA-മാരാണ്. കൂടുതൽ MLA-മാരെ വേണം. ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള തന്ത്രങ്ങൾ ഒരുക്കണം, ഏതൊക്കെ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കണം, സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കാണ് ഇനി ഈ 2 ദിവസം വേദിയാകാൻ പോകുന്നത്, അല്ലേ? ഒരുപക്ഷെ എല്ലാ വിഭാഗീയതകളും മറന്ന്, ഗ്രൂപ്പ് വ്യത്യാസങ്ങളും മറന്ന് നേതാക്കൾ ഒരുമിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞ് നാളെ കഴിയുമ്പോഴേക്കും ഒരു ബ്ലൂ പ്രിന്റുമായിട്ട്, റോഡ് മാപ്പുമായിട്ട് വരുമായിരിക്കും, അല്ലേ റോഷി? അരുൺകുമാർ, അങ്ങനെയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ കോൺഗ്രസിന് അതിനിർണായകമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ സംസ്ഥാനത്തേക്ക് പ്രതിനിധികളെ അയച്ച് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ലക്ഷ്യ എന്ന ദ്വിദിന ക്യാമ്പിൽ ആദ്യ ദിവസം ഉദ്ഘാടനത്തിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയം അത് വിലയിരുത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതെന്ന വിലയിരുത്തൽ. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് ചർച്ച പോകുന്നത്. അതിൽ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കും. എന്തൊക്കെ വിഷയങ്ങൾ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരണമെന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച വിഷയമാക്കി UDF തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരിക. അതിനൊപ്പം തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള സമരപരിപാടികൾ കൂടി ആലോചിക്കുന്നുണ്ട്. കാരണം അടുത്ത 2 മാസം നിർണായകമാണ്. വോട്ടർമാരെ സ്വാധീനിക്കാൻ പറ്റുന്ന എല്ലാ വിഷയങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത്. അതിനൊപ്പം തന്നെ സംഘടനയുടെ അടിത്തറ ഭദ്രമാക്കണം. ബൂത്ത് കമ്മിറ്റികളടക്കം ആവശ്യമെങ്കിൽ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടി ശക്തമാക്കി താഴെത്തട്ടിൽ പാർട്ടി സംവിധാനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുക. SIR-ന്റെ തുടർച്ചയായി വോട്ട് ചേർക്കൽ കൃത്യമായി നടത്തുക. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പ്രതിദിനം വിലയിരുത്തുക. അങ്ങനെ ഒട്ടേറെ തീരുമാനങ്ങൾ വരും. അതിനൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡം ഉൾപ്പെടെ ഇന്നത്തെ ക്യാമ്പിൽ ചർച്ച ചെയ്യും. അത് നിശ്ചയിക്കാൻ സാധ്യതയുണ്ട്. MP-മാർ മത്സരിക്കണമോ എന്ന ചോദ്യമുണ്ട്. നിലവിലെ സിറ്റിംഗ് MLA-മാർ എല്ലാവർക്കും സീറ്റ് നൽകണമോ എന്നടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇതൊക്കെ വിശദമായി ഇഴകീറി പരിശോധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തായിരിക്കും നാളെ ഈ ക്യാമ്പ് പിരിയുക. അരുൺകുമാർ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ്. സംഭവബഹുലമായ ഒരു വാർത്താ പകലിലാണ് നമ്മൾ നിൽക്കുന്നത്.